ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ അടീനിയം ചെടി എൻ്റെ 2 വർഷം പഴക്കമുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതിലാദ്യമായിട്ട് പൂ പിടിച്ചപ്പോൾ ഉള്ളൊരു ഫോട്ടോ ആയിരുന്നു അത്. ഇതിപ്പം ഇത്രയും വലുതായിട്ടുണ്ട്. പൂക്കളുണ്ടായിക്കൊണ്ടിരുന്നതാണ്. അപ്പം പൂക്കളില്ല, അപ്പോൾ ഇതൊന്ന് പ്രൂൺ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിന് ചെടിൽ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ, വേരൊക്കെ പുറത്തോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അത് കാരണം ഞാൻ ഇതിനെ ഒന്ന് റീപ്പോർട്ടിങ് ചെയ്ത് പ്രൂണിങ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ കോഡെക്സിന് നല്ല വലിപ്പമുണ്ട്. മണ്ണിൻ്റെ അടിയിലായത് കാരണം അതിൻ്റെ കോഡെക്സ് നമുക്ക് കാണാൻ പറ്റാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പോട്ടിങ് മിക്സായിട്ട് ഞാൻ കുറച്ച് മണ്ണും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഈ മെറ്റൽ എടുത്തിട്ടുണ്ട്, ചെറിയ മെറ്റൽ. അതിലാണ് ഞാൻ പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നോക്ക്, ഇത്രയും വലിപ്പമുണ്ട് ഇതിൻ്റെ കോഡെക്സിന്. പ്രൂൺ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നിറയെ ബ്രാഞ്ചസ് ഇല്ലായിരുന്നു, എങ്കിലും അത് നല്ലതുപോലെ പ്രൂൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നട്ട് നോക്കാം. ചൂട് സമയത്ത് പ്രൂൺ ചെയ്താൽ വേഗത്തിൽ ബ്രാഞ്ചസ് വരികയും പെട്ടെന്ന് കിളിർക്കുകയും ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം എന്നാൽ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതിനെ പോട്ട് ചെയ്യുകയാണ്. പോട്ട് ചെയ്തിട്ട് കിളിർച്ചിട്ട് വീഡിയോ ഇടാം. ഇത് ഞാൻ വാങ്ങിയ 10 മണി ചെടിയാണ് കേട്ടോ. 2 കളർ കണ്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഈ ചുവപ്പ് ഈ പൂക്കൾ കണ്ടില്ലായിരുന്നു. പൂക്കളുടെ മുട്ട് വൈകുന്നേരമായിരുന്നു ഇത് വാങ്ങിച്ചത്. അപ്പം മുട്ടിൽ ഇതിങ്ങനെ വാടിയ കളർ കണ്ടത് റെഡായിട്ട് തോന്നി, അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പം പിങ്ക് കളറാണ് വിരിഞ്ഞത്, പിന്നെ ഈ യെല്ലോ കളർ, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അതിൽ റെഡ് കളർ വന്നത്. ഇത് നമ്മുടെ താമരപ്പൂട്ടിൽ വളർന്ന ഒരു ഇതാണ് കേട്ടോ, ബീഡാണെന്ന് തോന്നുന്നു. ഇത് വെച്ച് നമുക്കൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം.